ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പി കണ്ടാലോ. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതേപോലെ ഫോർക്ക് യൂസ് ചെയ്ത് നന്നായി കുത്തിക്കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് സോയാ സോസ്, ടൊമാറ്റോ സോസ്, മാഗി ക്യൂബ് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ക്യാപ്സിക്കം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്. ഒരു കളറിന് വേണ്ടി ഞാനൊരു ഇത്തിരി കശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചധികം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നാരങ്ങ നീര് കൂടി ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായി മാഗ്നറ്റ് ചെയ്ത് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം കേട്ടോ. ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 90% വെന്ത ബസുമതി റൈസിനെ നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കുക്ക് ചെയ്തതിന് ശേഷം നമ്മളെ റൈസ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ തയ്യാറാക്കി വെക്കുമ്പോഴുള്ള ഗ്രേവിയില്ലേ, അതൊരു ഇത്തിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കിയാൽ നമ്മളെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മന്തി തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മന്തി കേട്ടോ. ഇതാ നമ്മൾ എളുപ്പം തയ്യാറാക്കിയ മന്തി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.